തെറ്റിദ്ധരിച്ചേക്കല്ലേ? ഈശോയുടെ പോലും തെറ്റിദ്ധാരണയെ മാറ്റിയ ഒരു സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. 15-ാം അധ്യായത്തിൽ കാനാൻകാരി ഈശോയോട് വന്ന് ചോദിക്കുന്നത് തന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ആ അമ്മ വരുന്നത്. എന്നാൽ ഈശോയുടെ ഒരു തെറ്റിദ്ധാരണ യഹൂദരെ പോലെ ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത് യഹൂദർക്ക്, തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽക്കാർക്ക് രക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. എന്നാൽ കാനാൻകാരിയുടെ മറുപടിയാണ് ഈശോയുടെ ചിന്താഗതിയെ, തെറ്റിദ്ധാരണയെ മാറ്റിയത്. ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽക്കാർക്ക് വേണ്ടിയല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. എന്നാൽ ആരാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ? തിരഞ്ഞെടുപ്പ് ഇസ്രായേൽക്കാരുടെ പോലെ ജാതിയിലോ മതത്തിലോ വർഗത്തിലോ ഗോത്രത്തിലായിരുന്നില്ല, വിശ്വാസത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഈശോ അവൾക്ക് മറുപടി നൽകിയതും അവളുടെ വിശ്വാസത്തെ പ്രതി മകളെ സൗഖ്യപ്പെടുത്തിയതും. തമ്പുരാൻ നമ്മളോടും പറയുന്നു, നമ്മൾ ക്രിസ്ത്യാനിയാണോ, ഏത് വർഗമാണോ, ഏത് പാരമ്പര്യമാണോ, ഏത് തറവാടാണോ, ഏത് നിറമാണോ, ഏത് മതമാണോ എന്നതിലല്ല, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് രക്ഷ അവകാശമായിട്ടുള്ളതും തമ്പുരാൻ നൽകുന്നതും.